ഇതാണ് മനോജ് മാഷിൻ്റെയാണ് ഈ പ്രോപ്പർട്ടി. നല്ല അടിപൊളിയാട്ടോ. ദീപ ടീച്ചർ പറഞ്ഞിരുന്നു ഇതൊരു അടിപൊളി ആണെന്ന്. കള്ള എന്തിനാ ഞാൻ പറയണേ? അല്ല നന്നായി. ഇത് എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു റോ അല്ലേ? ബിന്ദു ചേച്ചി പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടല്ലേ? യെസ്. അപ്പം ഇനി ഒരു നമ്മളുടെ ടീം ഫുൾ റെഡിയാണ്. ഞങ്ങൾ ഉറുമ്പിക്കര ഇതൊരു ചെയ്യാത്തൊരു ട്രെക്ക് ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ പ്രോപ്പർട്ടി വിട്ട് പോകാൻ അത്ര ഒരു താല്പര്യമില്ല. നല്ല അടിപൊളി പ്രോപ്പർട്ടി ആയിട്ട് ഇത് എൻ്റെ ബാക്കിൽ കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത് മാഷിൻ്റെ വൈഫും കൂടി തന്നെയാണ് ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസും ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പുല്ലും ചെടിയൊക്കെ വെച്ച്. നമുക്ക് വെള്ളമില്ലാത്തതാണ് കുഴപ്പം. അങ്ങനെ ഇതാ നമ്മൾ പോവുകയാണ്. യെസ്, ഗോ എവരിബഡി ഗോ ഇൻ എ ലൈൻ. അല്ല പോയിക്കോട്ടെ. ഞാൻ എടുക്കുന്നുണ്ട്. ഇതാ പോയിക്കോ. കണ്ടിന്യൂറ്റി പോണ്ട. നമ്മളെ മറ്റു 2 ബാഗോ ഞാൻ എടുത്തോളാം. യെസ്. അങ്ങനെ പ്രേമേട്ടൻ വീണ്ടും ഞങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ച്. ബാബ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സമയം 7:24. ഇവിടെ ഒരു 6:30 ആയപ്പോയിരുന്നു കേട്ടോ സൺറൈസ്. ഞങ്ങളിങ്ങനെ കറക്റ്റ് എണീറ്റ് ബാത്റൂം പോയി വന്നു കഴിഞ്ഞപ്പോൾ സൺറൈസ് ഓടി. സാധ്യത മിസ്സായി. അതായത് ബാത്റൂമിലായിരുന്നു. അപ്പോൾ പൊങ്ങുന്ന കാണാൻ പറ്റിയില്ല. ബാക്കി അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ? ഇന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ കാലത്തിന് ശേഷമാണ് ട്രെക്ക് ചെയ്യുന്നത്. സോ ഐ എം റിയലി എക്സൈറ്റഡ്. ആര് കയറല്ലോ കേട്ടോ വണ്ടിയിലൊരു. ഗുഡ് മോർണിംഗ്. എന്നാ ഗുഡ് മോർണിംഗ് പറയട്ടെ? ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. അതുകൊണ്ട് ഇത്രയും സന്തോഷം ചിരിയൊക്കെ വരുന്നത്. നമ്മുടെ ടീം ഇതാ ഇങ്ങനെ പാക്കപ്പാണ് ഇവിടുന്ന്. ഈ സ്ഥലം കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം കേട്ടോ. ഇത് മനോജ് മാഷിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇതാ ഇങ്ങനെ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. നമുക്ക് ജീപ്പിൽ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 4 വീലർ ഉണ്ടെങ്കിൽ വരാൻ പറ്റും, ബൈക്കിലും വരാൻ പറ്റും. പ്രകാശ് ചേട്ടാ റെഡി? അതെ, നമ്മളുടെ 3ാമത്തെ ട്രക്ക് അല്ലേ പറവയുടെ കൂടെ ഉള്ളത്?